മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിളായ ഒരു പോസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്കൊന്ന് പഠിക്കാം. ധാരാളം ആപ്പുകൾ ഡിസൈൻ ചെയ്യാൻ നമുക്കുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്ന ഈ ആപ്പാണ്. ഫോട്ടോ എഡിറ്റർ നമ്മൾ വളരെ ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യും പോലെ തന്നെ ധാരാളം സെറ്റിങ്സുകളുള്ള ഒരുപാട് നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫോട്ടോ എഡിറ്റർ. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പേജാണ് ഓപ്പണായി വരിക. അതിൽ നമ്മൾ നടുവിൽ ന്യൂ എന്ന് പറയുന്ന ഈ പ്ലസ് ബട്ടണുള്ള ഇതൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മറ്റൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് പേജിൻ്റെ സൈസാണ് ഇവിടെ കൊടുത്തത്. 1080 വിഡ്ത്ത്, 1080 ഹൈറ്റ്, പിക്സൽ സൈസിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ച് വേണമെങ്കിൽ ഇഞ്ചാക്കാം. ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷനാണ് 72. പിന്നെ ഫയൽ നെയിം വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. പിന്നെ കാണുന്ന അടിയിൽ വൈറ്റാണ്. ഈ വൈറ്റ് കളറിൻ്റെ നമ്പറാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ ഓൾറെഡി വൈറ്റിനാണുള്ളത്. നമ്മളത് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് റെഡായി വരും. നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ അടിക്കാം. അപ്പോൾ ഒരു പേജ് ഓപ്പണായി വരും. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ പേജിൻ്റെ സൈസ്. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്നൊരു സൈസാണിത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലതുഭാഗത്ത് താഴ്ഭാഗത്തുള്ള 3 വരെയുള്ള ഈ ഒരു ഭാഗം ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഇവിടെ ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എന്ന് പറയുന്ന ഈ ഭാഗം ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട് ഇടത് ഭാഗത്ത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു 3-4 ഓപ്ഷൻസ് കാണാൻ പറ്റും. ടെക്സ്റ്റാണ് ആദ്യം കാണുന്നത്. ഇത് രണ്ടാമത്തത് ഇമേജുകൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ഷേപ്പുകളാണ്. ഒരുപാട് ഷേപ്പുകൾ ഇതിലുണ്ട്. നമുക്ക് വേണ്ട ഷേപ്പുകളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ബൈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. വയനാട് മണ്ഡലത്തിൽ പിന്നെ അവിടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചല്ലോ. അപ്പോൾ വയനാട്ടുകാർക്ക് ഒരു നന്ദി പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടൊരു പോസ്റ്റർ. അപ്പോൾ ഞാൻ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് വയനാടിൻ്റെ ഒരു ഫോട്ടോ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ പ്ലസ് ബട്ടൺ നെക്കിയിട്ട് ഇവിടുത്തെ രണ്ടാമത്തെ ഇമേജ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൽ ഏറ്റവും ലെഫ്റ്റ് കാണുന്ന താഴ്ഭാഗത്ത് ഇതാണ് ഒരു ഗാലറി. ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് ഗാലറിയിലേക്ക് പോകും. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അതിൽ നിന്ന് എടുക്കാം. ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ വയനാടിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടോ. ഇതാണ്. നമുക്കിത് ഫുള്ളായിട്ട് വേണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇത്ര മതിയാകും. എന്നിട്ട് അപ്ലൈ കൊടുക്കുന്നു. ഇത് ഈ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പേജിലേക്കൊന്ന് സൈസാക്കി വെക്കുന്നു. ഓക്കെ, പേജിലേക്കാക്കി. ഇനി നമുക്കിതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ ഇതൊന്ന് ലോക്ക് ചെയ്യൽ നല്ലതായിരിക്കും. അതിന് നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്ന ഈ ബട്ടൺ നക്കിയിട്ട് മുകളിൽ ആ ഫോട്ടോൻ്റെ ചിത്രത്തിൻ്റെ നേരെ ലോക്ക് ബട്ടൺ കാണാം. അതിൽ നിന്ന് പ്രസ് ചെയ്താൽ അത് ലോക്കായി. ഇനി അത് നീങ്ങൂല. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ മുകൾ ഭാഗത്ത് ഞാനിതിൻ്റെ ചെറിയൊരു സ്കൈൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ളൊരു ഷാഡോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൈൻ്റെ ഫോട്ടോ എടുക്കണം. അതിനും ഞാൻ നേരത്തെ നക്കിയ പോലെ ഈ പ്ലസ് ബട്ടൺ നക്കുന്നു. രണ്ടാമത്തെ ഇമേജ് അവിടെ നക്കിയിട്ട് പിന്നെ ഇവിടെ ഇമേജിൻ്റെ ഈ അടിയത്തെ മൂന്നാമത്തെ നിൽക്കുന്നു. ഇങ്ങനെ വരുന്ന ഞാൻ നേരത്തെ എടുത്ത് വെച്ചുകൊണ്ട് ഈ ഫോൾഡറിൽ അതുണ്ട്. ഇതാണ്. ഇത് നക്കി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വലുപ്പം കുറക്കണമെങ്കിൽ ഇത്ര ഇങ്ങോട്ടാക്കാം. നമുക്ക് വേണ്ടത് എത്ര വെച്ചാൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ നേരെ അപ്ലൈ കൊടുത്താൽ. എനിക്കത് ഫുള്ള് വേണ്ട. എനിക്കിത്ര മുകൾ ഭാഗം ആവശ്യമില്ല. കുറച്ച് ഞാൻ ഒഴിവാക്കുന്നു. എന്നിട്ട് ഞാൻ അപ്ലൈ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിത് ഇങ്ങനെ വെക്കുക. എൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ടാണ് അടിഭാഗം കാണുന്നത്. അത് ഞാൻ കൂട്ടുകയാണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു കൂട്ടൽ എങ്ങനെ വെച്ചാൽ ഇത് സെലക്ട് ചെയ്ത ശേഷം ഇതിൽ ഇവിടെ ഈ 3 വരെയുള്ള അത് നിൽക്കുന്നു. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലെന്താവും ഇവിടെ ഒപ്പാസിറ്റിയിൽ പോകുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടാണുള്ളത് കണ്ടോ. ഇത് ഞാൻ ഒപ്പാസിറ്റി മുഴുവനായി കൂട്ടി വെച്ചിട്ടുണ്ട്. കുറക്കം അപ്പോൾ പറയാം. അപ്പോൾ ഇങ്ങനെയാണത്. ഇനി എനിക്ക്
സ്കൈയിൻ്റെ ഈ ഒരു ചിത്രം താഴെ ചിത്രത്തോട് ബ്ലെൻഡ് ചെയ്യിക്കുന്ന രൂപത്തിൽ ഒന്ന് കാണിക്കണം. പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സെലക്ട് ചെയ്ത ശേഷം നേരത്തെ നമ്മൾ പ്രസ് ചെയ്ത ഈ 3 ലൈനുള്ള ഇതന്നെ നിൽക്കുന്നു. ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തുണ്ട് ബ്ലെൻഡ് മോഡുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ഇതൊരുപാട് കാണാറുള്ളൂ. ഇതിൽ നമ്മൾ മൾട്ടിപ്ലൈ കൊടുത്താൽ അതിലേക്ക് ചെറുത രൂപത്തിൽ ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വര അടിയിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഞാൻ ആ ബ്ലെൻഡ് രൂപമല്ല ഉപയോഗിക്കുന്നത്, വേറെ രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ മുമ്പിലേക്ക് തന്നെ വരണമെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ബട്ടൺ നക്കിയാൽ മതി. ഇപ്പോൾ നേരത്തെ ആ ഒരു രൂപത്തിൽ തന്നെ വന്നു. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ലൈന് അടിഭാഗത്ത് ലൈന് നമുക്ക് പോക്കണം. അതിന് ചെയ്യുന്ന ഒരു പണിയാണ് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത് തന്നെ പ്രസ് ചെയ്തു. ഇത് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം താഴ്ഭാഗത്ത് വന്ന ഇവിടുത്തെ ഈ ഒരു പെൻസിലിൻ്റെ ചിത്രമുള്ള എഡിറ്റിംഗ് ആണിത്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ എ എന്ന് പറയുന്ന മുകളിൽ അത് നിൽക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും. ഇവിടെ ആണ് ഒരു ഷേപ്പിൻ്റെ ഒരുപാട് ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ, ഇപ്പം നമ്മൾ സാധാരണ ചതുരത്തിലുള്ള ഷേപ്പാണ്. റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ആക്കാം. ഞാനിത് റൗണ്ട് ആക്കുന്നില്ല. ഇത് തന്നെ നമുക്ക് എത്ര വലുപ്പമാണോ ആ വലുപ്പം അനുസരിച്ച് നമുക്കത് എടുക്കാവുന്നതാണ്. എനിക്ക് ഈ രൂപമാണ് ഞാൻ ഇത്ര എടുക്കുന്നു. മുഴുവനായിട്ട് വേണമെന്നില്ല, അത്ര എടുക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിഭാഗം നമുക്കൊന്ന് ബ്ലറായിട്ട് ഇങ്ങനെ ഒരു മങ്ങിയ രൂപത്തിലാവും. അത് നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇതിലുള്ള ഈ വലതുഭാഗത്ത് കാണുന്ന രണ്ടാമത്തെ ഇത് നോക്കിയിട്ട് പ്രസ് ചെയ്യാം. ഉണ്ടോ? ഇപ്പോൾ ഇത് ആ ഫോട്ടോയുടെ യഥാർത്ഥ രൂപമാണ്. നമുക്കിങ്ങനെ അപ്ലൈ ചെയ്താൽ അത് ആ ഫോട്ടോ ആയിട്ട് തന്നെ അവിടെ വരും. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഒന്ന് വലുതാക്കി അപ്പുറപ്പുറം ഇതാക്കണം. ഇവിടെ ഞാൻ മുമ്പത്തെ ഇതിൽ തന്നെ പോരുകയാണ്. ഈ ബട്ടൺ നോക്കുന്നു. നമുക്ക് ഇനി നമ്മൾ ഈ പറഞ്ഞ ഈ ബട്ടൺ നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഇതൊന്ന് കുറച്ച് കൊടുത്താലുണ്ടോ, ഒന്നും ബ്ലറാണെന്നുണ്ടല്ലേ. അപ്ലൈ കൊടുക്കുന്നു. ഇവിടെയും അപ്ലൈ കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ല, ആ ലൈന് അവിടെ ഇല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി. ഇനി ഇതിൻ്റെ ഒരു ഒപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം. അതിൻ്റെ സെലക്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ നോക്കിയ ഈ 3 ലൈനിൻ്റെ അവിടെ പ്രസ് ചെയ്യുന്നു. ഇതാണ് ഒപ്പാസിറ്റി. ജസ്റ്റ് ചെറിയൊരു അത് മതി. അങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതും നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. നേരത്തെ ലോക്ക് ചെയ്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഫോട്ടോ ആണ്. അതിന് നേരത്തെ അമർത്തിയ പോലെ തന്നെ ഇവിടെ ഇത് പ്രസ് ചെയ്യുക. ഈ ഗാലറി ഇവിടെയും ഗാലറി ബട്ടൺ. അതിനുശേഷം ഞാനൊരു പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുക്കുന്നു. നമുക്കിതൊന്ന് വലുതാക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാവുന്നതാണ്. ഈ ആപ്പിൻ്റെ സുഖം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സൂം ചെയ്തും സൂം കുറച്ചിട്ടൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഫോട്ടോ എനിക്ക് തിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ അമർത്തിയ ഈ ഭാഗം തന്നെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഹോറിസോണ്ടൽ ഭാഗത്തേക്കൊന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വന്നു. ഞാനിതൊന്ന് വലുതാക്കി കൊടുക്കുന്നു. അതും ഞാനൊന്ന് ലോക്ക് ചെയ്യുന്നു. നമ്മൾ ഓരോന്ന് ലോക്ക് ചെയ്താൽ അടുത്ത വർക്ക് ചെയ്യുമ്പോൾ അത് അനങ്ങാതിരിക്കാൻ നല്ലതാണ്. നമ്മളിങ്ങനെ അത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ ലെയറും സെലക്ട് ആവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാഷ് ആവും. ഇനി ഇതിലേക്ക് എനിക്ക് നന്ദി വയനാട് എന്ന ടെക്സ്റ്റാണ് വേണ്ടത് മലയാളത്തിൽ. അതിന് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തു. മുകളിൽ കാണുന്ന ടി ഇവിടെയാണ് എഴുതുന്നത് മലയാളത്തിൽ. നന്ദി എന്നെഴുതുന്നു. ഞാൻ ഈ നന്ദി എന്ന് എഴുതിയപ്പോൾ നിങ്ങൾ മുകളിൽ ശ്രദ്ധിക്കാൽ ഇതൊരു ജ്വാല എന്ന് പറയുന്ന ഫോണ്ടാണ് നേരത്തെ ഞാൻ എഴുതിയത്. ആയതുകൊണ്ടാണ് അങ്ങനെ തന്നെ വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടാക്കാം. ഫോണ്ട് ഇവിടെ നമുക്ക് ഈ ജ്വാല എന്ന ഫോണ്ടാകുമ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് തന്നെ മറ്റൊരു ആപ്പിൻ്റെയും ആവശ്യമില്ലാത്ത തന്നെ ആ ഫോണ്ട് കിട്ടും. മലയാളത്തിലുള്ള ഫോണ്ടുകളൊക്കെ സ്റ്റാൻഡേർഡ് ഫോണ്ടുകളൊക്കെ ആ രൂപത്തിൽ വരണമെങ്കിൽ കോഡൽ FM ഉപയോഗിച്ചിട്ട്
അതിൽ നിന്ന് കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് നല്ല സ്റ്റാൻഡേർഡ് ഫോട്ടോ ആണ്. ഇത് നേരെ ഡയറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിതിൻ്റെ ഷാഡോ ഒക്കെ ഉണ്ട്, ഷാഡോ ഒക്കെ ഇപ്പം ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. അതിനെ തന്നെ പ്രസ് ചെയ്ത് നേരത്തെ പറഞ്ഞ ഇതിൽ പ്രസ് ചെയ്തിട്ട് ഇതിലുണ്ടാകും താഴ്ഭാഗത്ത് ഷാഡോ. അതൊന്നും ഇപ്പോൾ കുറച്ച് കൊടുത്തു. ഈ ബ്ലർ എന്ന് പറഞ്ഞ ഭാഗം ഓണായി കിടക്കുന്നുണ്ട്, അതൊന്ന് കുറച്ചു സാധാ ഫോണ്ടിലാക്കി. ഞാനിതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുകയാണ്, ഒന്ന് വൈറ്റ് ആക്കണം. അതിന് നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതന്നെ പ്രസ് ചെയ്തു, ഇവിടെ നേരത്തെ പ്രസ് ചെയ്ത ഭാഗം തന്നെ പ്രസ് ചെയ്തു. ഇതിൽ കളർ, ഈ കളറിൽ പ്രസ് ചെയ്താൽ ഇവിടെ കാണാം ടോപ്പ് ആൻഡ് ബട്ടൺ. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മഞ്ഞയിലാണുള്ളത്, നേരെ വൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ കൊടുത്താൽ ടോപ്പ് ഭാഗം വൈറ്റും അടിഭാഗം മഞ്ഞയായിട്ടുണ്ട്. സോറി, എൻ്റെ ഇടയിൽ മറ്റൊന്ന് പ്രസ് ചെയ്താൽ ഒന്നുകൂടി കാണിക്കാം. ഇത് നോക്കുന്നു. ഓക്കെ, കണ്ടോ, മുകൾ ഭാഗം വൈറ്റും അടിഭാഗം മഞ്ഞയായിട്ടുണ്ട്. ഈ രണ്ടും വൈറ്റ് ആക്കണമെങ്കിൽ നേരെ ഈ ഡബിൾ വര കണ്ടല്ലോ, അത് ആ ലൈനൊന്ന് നോക്കിയാൽ ഇങ്ങനെ വരും. ഇപ്പോൾ വൈറ്റായി. ഇനി എനിക്ക് ഫോണ്ടിനൊന്ന് ചെരിച്ചു കൊടുക്കണം. ഒരുപാട് രൂപ ഇങ്ങനെ ചെരിക്കാം ഈ ഭാഗം, പക്ഷേ അതിനേക്കാൾ സ്റ്റാൻഡേർഡായ രൂപമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ പ്രസ് ചെയ്ത ഈ ഭാഗം തന്നെ പ്രസ് ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ ബ്ലെൻഡ് മോഡിൻ്റെ നേരെ താഴെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും, 4 ഭാഗത്തും ഒരു റൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഈ അടിഭാഗത്തുള്ള റൗണ്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചുകൊണ്ട് പോകാം. അതേപോലെ ഈ ഭാഗം, മുകളിലെ ഭാഗം താഴേക്ക് ഇങ്ങനെയും കൊണ്ടുവരാം. അതൊന്ന് റെഡി നേരെ ലെവലിൽ കൊണ്ട് എന്നിട്ട് അപ്ലൈ കൊടുത്താൽ ഉണ്ടോ, അതൊന്ന് ചെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹൈറ്റ് കൂട്ടാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഓക്കെ, ഇതായി. ഇനി ഈ നന്ദി എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ താഴെ ആ കയ്യിൻ്റെ താഴ് ഭാഗത്തേക്കാക്കി കൊടുക്കണം. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ലെയറിൻ്റെ ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ ഈ മുകളിലുള്ള ഒന്ന് പ്രസ് ചെയ്ത് വലതുഭാഗത്തുള്ള ആ 3 ലൈൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ നേരെ അടിയിലേക്ക് കൊണ്ടുവന്നാൽ അത് അടിയിലേക്ക് പോയി. ഇപ്പം നന്ദി അടിയിലേക്ക് വന്നു. ഇനി നമുക്ക് ചെറുതാക്കണത്, ഇത് ചെറുതാക്കുന്നുണ്ടോ, ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആകുന്നുണ്ട്. ഒരേ ലെവലിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തന്നെ പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതിൽ വലതുഭാഗത്ത് കാണുന്ന 3ാമത്തെ ലോക്ക് റേഷ്യോ എന്ന് പറയുന്ന സാധനം അതൊന്ന് ഓണാക്കണം. നമ്മളുടെ ലോക്ക് റേഷ്യോ ഇനി ഒരേ വലുപ്പത്തിൽ തന്നെ പോകും. അത് ഓണാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫോണ്ട് നീട്ടാനും ചുരുക്കാനൊക്കെ ഒരേ സമയത്ത് ചില ഫോണ്ടുകൾക്ക് ഇത്തരം ജോര ഫോണ്ടുകൾക്കൊക്കെ ചിലപ്പോൾ അത് ആവശ്യം വരും. അത്തരം ഘട്ടങ്ങളിൽ മാത്രം അത് ഓഫ് ചെയ്തിടുക, അല്ലാത്ത സമയത്ത് ഓണാക്കലായിരിക്കും നല്ലത്. ഇനി വയനാട് എന്ന് എഴുതണം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എഴുതുന്നു വയനാട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിനെയും നമുക്കതുപോലെ ഈ രൂപത്തിൽ തന്നെ നമുക്ക് ശരിക്കണമെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനോട് തട്ടിച്ച് ഏകദേശം ഈ രൂപത്തിൽ വെക്കുക. എന്നിട്ട് നേരത്തെ എടുത്ത പെർസ്പെക്റ്റീവ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് ചിരിച്ചു കൊടുക്കുന്നു, അതുപോലെ ഇങ്ങോട്ടും ചിരിക്കുന്നു. ഓക്കെ, അപ്ലൈ കൊടുക്കുന്നു. നമുക്ക് വലുതാക്കണമെങ്കിലോ ഞാൻ ആ ലോക്ക് റേഷ്യോ ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വലുതാവുന്നത്. ഇനി ഞാനത് ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്താൽ ഇനി നമുക്ക് ഒരുപോലെ രൂപത്തിലാണ് വരുന്നത്. ഇതൊന്ന് ചെറുതാക്കി നമുക്ക്, ഇത് ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് അമർത്തുമ്പോൾ അതും വരുന്നത്. അപ്പോൾ അതൊന്ന് ലോക്കാക്കി കൊടുക്കാം. വയനാടല്ല നന്ദി, അത് ലോക്കാക്കി. ഇനി നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഈ ഭാഗം പിടിച്ചിട്ട് ഈ റൗണ്ട് ഉണ്ടല്ലോ, അത് ഒന്ന് അമർത്തി പിടിച്ചാൽ മതി, ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി പ്രസ് ചെയ്തിട്ട്. ഓക്കെ, നന്ദി വയനാട്. ഇത് നമുക്ക് സൗകര്യമുള്ള സ്ഥലത്തൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ലൈനുകളൊക്കെ നമ്മൾ അമർത്തുമ്പോഴേക്കും ഇങ്ങനെ അലൈൻമെൻറ്റ് വരാൻ കാരണം ഇവിടെ അലൈൻമെൻറ്റ്
ഈ രണ്ട് അലൈൻമെൻറ്റുകൾ ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരില്ല. കണ്ടോ, ഇപ്പോൾ അത് വരുന്നില്ല. അത് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും, അലൈൻമെൻറ്റൊക്കെ റെഡിയാക്കുമ്പോൾ അത് ആവശ്യം വരും. അപ്പോൾ അത് ഓണാക്കി ഇടുന്നത് നന്നായിരിക്കും. അതായത് സെറ്റിങ്സിൽ പോവുക, ഓണാക്കി അപ്ലൈ കൊടുത്തു. ഇനി വേണമെങ്കിൽ വയനാട് എന്നുള്ളതും വേണമെങ്കിൽ ഇതിന് താഴ്ഭാഗത്താക്കണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, ഇത് കാണൂലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയാൽ മതി, ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി അത് ജസ്റ്റ് ഒന്ന് നീക്കണം, ചെറിയ രൂപത്തിൽ നീക്കണമെങ്കിലൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് മൂവ് ആൻഡ് സൈസ് ഉണ്ടാവും, അതിൽ നമ്മൾ വലത്തോട്ട് ഇങ്ങനെ നീക്കി കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയ രൂപത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്റർ. ഇത്ര പണിയുള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന എല്ലാ പോസ്റ്ററുകളും അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നതാണ്.